നല്ല ഭംഗിയാണ് അല്ലേ ഈ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് അറ്റയേഴ്സിൽ വളരെ കുഞ്ഞു എംബ്രോയിഡറീസ് വരുമ്പം കുറച്ചൊന്നും ഭയങ്കര ഭംഗിയാണ്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റയറാണിത്. നമുക്കൊരു സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം, അതല്ല ബോട്ടം വെച്ച് പെയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ വെയർ ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ഇതിനകത്തേക്ക് പോയിരിക്കുന്നത്. വെൽവെറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വെൽവെറ്റിന് അല്ലെങ്കിൽ തന്നെ ഒരു റോയൽ ലുക്ക് അല്ലേ. നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാം. പിന്നെ അത് കൂടാണ്ട് ഇന്ന് നമ്മൾ മോർണിംഗ് ഇട്ടതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെലാസോ ബോട്ടവും ടോപ്പും കൂടെ വരുന്നൊരു സെറ്റായിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലെക്സ് കോട്ടണിൻ്റെ അകത്തേക്ക് നമ്മൾ ബോർഡർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റയർ ായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൽച്ചന്തേരിക്കകത്തൊരു എലൈൻ ഡ്രസ്സ് കൊണ്ടുവന്നു. ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി. അതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിലുള്ള എംബ്രോയിഡറി ആണ്. ഒട്ടും വലുതായിട്ടില്ല, വളരെ കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറീസ് വിത്ത് പോട്ട്ലി ബട്ടൺ ഡീറ്റെയിലിങ്ങും മിഡിൽ സ്റ്റിറ്റും ഒക്കെ ആയിരുന്നു. നല്ല ഭംഗി. വെരി പ്രിറ്റി ഔട്ട്ഫിറ്റ്. ചെക്ക് ചെയ്ത് നോക്കുക. അത് നമുക്ക് ഇതേപോലെ സിംഗിൾ പീസ് ഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം, അതല്ല ബോട്ടം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ലക്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്, ഫുൾ സെറ്റ്. അത് ടസർ ചന്തേരി ഫാബ്രിക്കാണ്. ടസർ ചന്തേരി ഫാബ്രിക്കിൽ ഇതേപോലത്തെ 3 പീസ് സെറ്റ് നമ്മൾ ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എലിവേറ്റഡ് അല്ലെങ്കിൽ ഒരു എലഗൻസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതിനൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ഒക്കേഷന് നമുക്ക് ഇച്ചിരി ക്ലാസി ആയിട്ട് കുറച്ചൊന്ന് എലിവേറ്റഡ് ലുക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് പോകാനായിട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ്. അതിൻ്റെ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല സട്ടിൽ കളേഴ്സാണ്. ദുപ്പട്ടയിലോട്ട് വരുമ്പം അതിനകത്തേക്ക് ഒരു കോൺട്രാസ്റ്റ് കളർ കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് 6 PM നമ്മൾ കൊണ്ടുവന്നത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത് സെയിം ടോണിലെ ടോപ്പ് ആൻഡ് ബോട്ടം, ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. എന്നിട്ട് ബാവിഞ്ചി ബോർഡേഴ്സ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ടോപ്പ് ആൻഡ് ബോട്ടം. അതിൻ്റെ കൂടെ 2 കളർ ദുപ്പട്ടയാണ്. ഒന്നുകിൽ നമുക്ക് ഓറഞ്ച് ആ ഒരു ഷെയ്ഡ്, റസ്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പർപ്പിൾ. അങ്ങനെ സെയിം ടോണിലുള്ള ടോപ്പ് ആൻഡ് ബോട്ടം, ബട്ട് ദെൻ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ദുപ്പട്ട വരുന്നൊരു സെറ്റ്. ബ്യൂട്ടിഫുൾ. ആൻഡ് ഫൈനലി ആയിരുന്നു ഈ ഒരു ബ്യൂട്ടിഫുൾ വെൽവെറ്റ് ഡ്രസ്സ് വന്നത്. അപ്പം നല്ല ഭംഗിയുള്ള അറ്റയേഴ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫാബ്രിക്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റൈൽസിലൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾ ഡെയിലി പുതിയ അപ്ലോഡ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡിസ്പാച്ചും ഡീറ്റെയിൽസും എല്ലാം തന്നെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർലി കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതുവഴി അത് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ബിക്കോസ് നമുക്ക് പ്രോഡക്ട്സ് വരുന്നത് 2 വർക്കിംഗ് ഡേയ്സ് ഡിസ്പാച്ച് ചെയ്യുന്ന പ്രോഡക്ട്സ് കാണും. 10, 15 അല്ലെങ്കിൽ ചിലപ്പോൾ 25 അല്ലെങ്കിൽ 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യുന്ന പ്രോഡക്റ്റും സെയിം ഡേ കാണും. അത് ഫാക്ടറി സ്കെഡ്യൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ ആ ഒരു സ്കെഡ്യൂൾ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് വീഡിയോസിൽ എടുത്ത് പറയാത്തത്. അതുപോലെ ഈ 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് നമ്മളതൊന്ന് സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഫോർ നൗ അത് നോക്കിയിട്ട് ആ ടൈം ലൈൻ നോക്കിയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു.